വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്കാർ പുരസ്കാര നിറവിൽ RRRലെ നാട്ടു ഗാനത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചു. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ദ എലിഫന്റ് വിസ്പേഴ്സ് പുരസ്കാരത്തിന് അർഹമായി. ഇതോടെ ഓസ്കാറിൽ പുതുചരിത്രം എഴുതുകയാണ് ഇന്ത്യ. ജെയിംസ് കാമറൂൺ ചിത്രം അവതാർ ദ വേ ഓഫ് വാട്ടറിന് മികച്ച വിഷ്വൽ എഫക്റ്റിനുള്ള പുരസ്കാരവും ലഭിച്ചു. വിശദാംശങ്ങൾ ഹരിത നൽകും. ഹരിത, നാട്ടു വൻ ജനപ്രീതി നേടിയിരിക്കുന്നു. ഇപ്പോൾ ഓസ്കാർ അംഗീകാരവും ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഓസ്കാർ വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ? വിജി 95ാമത് ഓസ്കാർ പുരസ്കാര നിറവിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ വിവരം മികച്ച ചിത്രമായിട്ട് എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചലച്ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഓസ്കാർ നോമിനേഷനിൽ 11 നോമിനേഷനുകളിലാണ് എവരിത്തിങ് എവരിവെയർ ഓൾ വൺ നൈറ്റ്സ് എന്ന സിനിമ നോമിനേഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. 11 നോമിനേഷനുകളിൽ ഏകദേശം മികച്ച ചിത്രം, സംവിധായകൻ, യഥാർത്ഥ തിരക്കഥ, പ്രധാന നടി, സഹനടൻ, എഡിറ്റിംഗ് തുടങ്ങിയ 8-10ഓളം അവാർഡുകൾ ആ സിനിമ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനപൂർവമായ നിമിഷം. മികച്ച ഒറിജിനൽ ഗാനമായി നാട്ടു എന്ന ഗാനം, കീരവാണിയുടെ നാട്ടു എന്ന ഗാനം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും 14 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വളരെ മികച്ച അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു അഭിമാന മുഹൂർത്തമാണ്. അതേസമയം ഈ സിനിമയുടെ ഒരു നൃത്ത ആവിഷ്കാരം ഓസ്കാർ വേദിയിൽ അരങ്ങേറുകയുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാന നിമിഷം ഒരു ഇന്ത്യൻ ഗാനത്തിൻ്റെ അന്താരാഷ്ട്ര വേദിയിൽ കിട്ടുന്ന ഏറ്റവും മികച്ച അംഗീകാരം കൂടിയാണ്. കീരവാണിക്ക് ലഭിച്ച ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൻ്റെ അഭിമാനത്തിൽ ഏറിയാണ് നാട്ടു ഗാനം എന്ന സിനിമ, ഈ ഒരു ഗാനം ഓസ്കാർ വേദിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇതിനു മുന്നേ റസൂൽ പൂക്കുട്ടിക്കും AR റഹ്മാനുമാണ് 14 വർഷങ്ങൾക്ക് മുൻപ് അവാർഡുകൾ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഓസ്കാർ പുരസ്കാരങ്ങൾ, അതും 1 അല്ല 2 പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നത് വളരെ നമ്മൾ എടുത്തു പറയേണ്ടിട്ടുള്ള ഒരു നേട്ടമാണ്. അതേസമയം നമ്മൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ലോകോത്തര സിനിമയുമായിട്ടുള്ള ഒരു മത്സരത്തിൽ ഇന്ത്യൻ സിനിമയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വരും വർഷങ്ങളിലും ഈ വർഷങ്ങളിലും സാധിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു ഓസ്കാർ പുരസ്കാരം ലഭിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമായി ദ എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഒരു ഡോക്യുമെന്ററി ഇന്ത്യൻ നോമിനേഷൻ പട്ടികയിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു മികച്ച ഒരു ആവിഷ്കാരമാണ്. ഒരു ആനയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ ഒരു ഡോക്യുമെന്ററിക്ക് മറ്റുള്ള ഡോക്യുമെന്ററികളെ അപേക്ഷിച്ച് പിന്തള്ളി ഓസ്കാർ പട്ടികയിൽ എത്തുന്നു. വളരെ ഒരു തമിഴ്നാടിൽ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററിക്ക് ഇത്തരത്തിലുള്ളൊരു പുരസ്കാരം ലഭിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു നേട്ടമാണ്. ഈ എലിഫന്റ് വിസ്പേഴ്സിന്റെ സംവിധാനം നിർവഹിച്ചത് കാർത്തികി ഗോൺസാവൽസ് ആണ്. അതേസമയം മികച്ച നടൻ എന്ന് പറയുകയാണെങ്കിൽ മികച്ച നടനായിട്ട് ബ്രെൻറ്റൺ ഫെബർ ദ വെയിൽ എന്ന സിനിമയ്ക്കാണ് ബ്രെൻറ്റൺ ഫെബറിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലുമായിട്ടും കോമഡി സിനിമകളാണ് കൂടുതലും അദ്ദേഹം അവതരിപ്പിച്ചു പോന്നിരുന്നത്. അതായത് ദ വെയിൽ എന്ന സിനിമയിൽ ഒരു അമിതവണ്ണമുള്ള ഒരു അധ്യാപകന്റെ ക്യാരക്ടറാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഓസ്കാർ വേദിയിൽ അവാർഡ് വാങ്ങുന്ന ഒരു ചടങ്ങിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു മുഹൂർത്തം കൂടി കാണുകയുണ്ടായി. പിന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മിഷേൽ യുവിനാണ്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എവരിത്തിങ് എവരിവെയർ ഓൾ നൈറ്റ് എന്ന സിനിമയിലാണ് അവർ അഭിനയിച്ചത്. സിനിമയിൽ ഒരു 64-കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവരുടെ കഥാപാത്രമുള്ളത്. പ്രധാനമായും സിനിമയിൽ ആ ഒരു സ്ത്രീത്വത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രമേയമാണ് സിനിമ അവതരിപ്പിക്കുന്നത്. വളരെ മികച്ച രീതിയിലുള്ള മികവ് പ്രകടിപ്പിക്കാൻ അവർക്കായി. സിനിമയെ പറ്റി പറയുകയാണെങ്കിലും എവരിത്തിങ് എവരിവെയർ എന്ന സിനിമ മികച്ച വസ്ത്രാലങ്കാരം കൊണ്ടും ആവിഷ്കാരം കൊണ്ടും സിനിമാറ്റോഗ്രാഫി കൊണ്ടും എടുത്തു പറയേണ്ട ഒരു പ്രേക്ഷക പ്രീതി നേടിയ ഒരു സിനിമയാണെന്ന് പറയാൻ പറ്റും. അതേസമയം മറ്റുള്ള അവാർഡുകൾ നോക്കുകയാണെങ്കിൽ മികച്ച ശബ്ദം മാർക്ക് വേഗൺ എന്ന ഗാർട്ടനാണ് ലഭിച്ചത്. സംവിധായകൻ ജെയിംസ് ക്യാം. അതേസമയം അവതാർ 2നെ പറ്റി പറയുകയാണെങ്കിൽ
വളരെ എടുത്തു പറയേണ്ട ഒരു നേട്ടം കൂടിയാണ്. ദ വിഷ്വൽ ഇഫക്റ്റിനുള്ള മികച്ച അവാർഡ് ലഭിച്ചത് അവതാർ 2-നാണ്. ആ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ മികച്ച രീതിയിലുള്ള ഒരു ആവിഷ്കാരം സൃഷ്ടിക്കാൻ അവതാർ 2-ന് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ് ക്യാമറൂണിൻ്റെ അവതാർ 1-നെ അപേക്ഷിച്ച് അവതാർ 2 വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എല്ലാ കാഴ്ചക്കാരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ ആവിഷ്കാരം നൽകാൻ അവതാർ 2-ന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ബജറ്റിന്, അതായത് സിനിമയിൽ നിന്ന് ലഭിച്ച ഒരു ഓവറോൾ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ അന്താരാഷ്ട്ര ലോകോത്തര സിനിമാ പട്ടികയിൽ നിലവിൽ 7ാം സ്ഥാനത്തോളം ഈ ഒരു അത്രയും കോടിയോളം രൂപ കൈവരിക്കാൻ അവതാർ 2-ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആരാധകരുടെ പ്രീതി നേടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് അവതാർ 2 എന്ന് പറയുന്നത്. അതേസമയം മികച്ച സംവിധായകൻ ഡാനിയൽസ് ആണ്. അതും അതേ എവരിത്തിങ് എവരിവെയർ ഓൾ നൈറ്റ് എന്ന സിനിമയുടെ സംവിധായകനാണ് മികച്ച സംവിധായകനായിട്ടുള്ളത്. ഗില്ലെമാരോ ഡെൽ ടോറോ പിയാക്കോ ആണ് മികച്ച ആനിമേഷൻ ഫീച്ചർ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സഹനടൻ കെഹി ക്വാൻ ആണ്. പിന്നെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ജേമി ലീ കാർട്ടസ് ആണ്. ഈ എല്ലാ പുരസ്കാരങ്ങളും ലഭിച്ചത് എവരിത്തിങ് എവരിവെയർ ഓൾ നൈറ്റ് എന്ന സിനിമയിലാണ്. അതേസമയം ഡാനിയൽ റോഹർ സംവിധാനം ചെയ്ത 2022 ഡോക്യുമെൻ്ററി ചിത്രമായ നവൽനി എന്ന ചിത്രത്തിന് കൂടി ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയും വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ് നവൽനി. അതേസമയം ഫിജി, ഇതിനൊക്കെ പുറമെ ശ്രീ റഫീഖ് അഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ റഫീഖ് അഹമ്മദ്, നമുക്ക് ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു അംഗീകാരമാണ് ഓസ്കാർ പുരസ്കാര വേദിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. നാട്ടു എന്ന ഗാനത്തിന് കീരവാണിക്ക് മികച്ച സംഗീത വിഭാഗത്തിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ എഴുത്തുകാരനായ ചന്ദ്രബോസിനും അംഗീകാരം ലഭ്യമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു സുന്ദര മുഹൂർത്തത്തെ കാണേണ്ടത്? വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാണുന്നു. ഇന്ത്യക്ക് മുഴുവനും നമ്മുടെ ദക്ഷിണേന്ത്യക്ക് പ്രത്യേകിച്ചും കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണിത്. നമ്മുടെ ഗാനകലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം ഇതിപ്പോൾ ഓസ്കാറിലൊക്കെ സംഗീതം ചെയ്യുന്ന ആൾക്കും രചയിതാവിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് സംഗീത സംവിധായകന്റെ മാത്രം ക്രെഡിറ്റിലാണ് പോകാറുള്ളത്. അവിടെ ഓസ്കാർ പോലുള്ള സ്ഥലത്ത് അതും കൂടി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എല്ലാവർക്കും അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ സമയത്ത്. നമുക്കറിയാം, ഈ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിൽ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ വളരെ ശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് അതിലെ നൃത്തവും പാട്ടും അതിൻ്റെ ഈണവും എല്ലാം വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. താങ്കൾ ഓർത്തിരുന്നു ഇത്തരത്തിലൊരു വലിയ അംഗീകാരം ഈ സിനിമയ്ക്ക് നേടും, ഈ പാട്ടിന് നേടും എന്ന് കരുതിയിരുന്നോ? ഇല്ല, അതിനെക്കുറിച്ചിട്ടുള്ള വീണ്ടും ഈ പത്രവാർത്തകൾ വായിച്ചപ്പോഴാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആദ്യം അങ്ങനെ വിചാരിച്ചില്ല. ആദ്യം ഈ പാട്ട് കേട്ടപ്പോഴൊക്കെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു പാട്ടായിട്ട് ഞാൻ അതിനെ കണ്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടായിട്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ ഓസ്കാർ മത്സരത്തിലേക്ക് ചെല്ലുകയും അവിടെ ഇത്തരത്തിൽ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്തത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ ഇത് വളരെ അത്ഭുതകരമാണ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര ഗാനങ്ങൾക്കോ ഒക്കെ തന്നെ ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്താണ് ഒരു കാലം പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് വളരെ വലിയൊരു മാറ്റം കാണുന്നു. അത് വളരെ അഭിലഷണീയമായിട്ടൊരു കാര്യം കൂടിയാണ്. എന്തായിരുന്നു ഈ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകതയായി താങ്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു? അല്ലാതെ നമ്മുടെ ഒരു ഇന്ത്യൻനെസ് എന്ന് പറയുന്ന സംഗതിയില്ല. നമ്മുടെ നാടിന്റെ സവിശേഷതകൾ പാശ്ചാത്യ സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംഗീതത്തിന്റെ ഒരു വ്യത്യസ്തമായ വഴി അത് കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. വളരെ നന്ദി ശ്രീ റഫീഖ് അഹമ്മദ് താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, നമ്മുടെ സംസ്കൃതിയുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടൻ സംഗീതത്തിൻ്റെയൊക്കെ ശീലുകൾ കൃത്യമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പാട്ടായിരുന്നു, അതൊരു ഗാനമായിരുന്നു. അതിന് അംഗീകാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. രാജ്യത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരത്തിൽ അദ്ദേഹവും പങ്കുചേരുകയാണ് ശ്രീ റഫീഖ് അഹമ്മദ്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഹരിതയിലേക്ക് തിരികെ എത്തുന്നു. ഹരിത, ഈ ഒരു ഗാനം ചിത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഏതു പ്രായക്കാർക്കും ഒരുപോലെ രസിക്കുന്ന തരത്തിൽ അതിൻ്റെ ഈണവും ഇമ്പവും ഒക്കെ മനോഹരമായിരുന്നു. എങ്ങനെയാണ് ഈ പാട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അതിൻ്റെ ആസ്വാദ്യതയെക്കുറിച്ച് കൂടുതൽ പറയാനാവുക?
വിജി, നാട്ടു എന്ന ഗാനത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയും ശ്രദ്ധ നേടിയ മറ്റൊരു പാട്ട് ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. 2022 ഇറങ്ങിയ ഏറ്റവും മികച്ച ഗാനത്തിലെ ഏറ്റവും മികച്ച ഗാനം, അതുപോലെ ഏറ്റവും മികച്ച മേക്കിംഗ്, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, വസ്ത്രാലങ്കാരമായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതിനൊരു പശ്ചാത്തലം മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാ തരത്തിലും നാട്ടു എന്ന ഗാനം എല്ലാം വളരെ മികച്ച രീതിയിലുള്ള ഒരു അവതരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ പാട്ട് ഇറങ്ങിയ സമയം തന്നെ എല്ലാവരും ചുവടുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഗാനത്തിൻ്റെ ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു ഇന്ത്യൻ ചരിത്രപരമായിട്ടുള്ള ഒരു ഗാനം ഇത്രയും വലിയൊരു പ്രചോദനം വലിയൊരു പുരസ്കാര നിറവിൽ എത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു അഭിമാന മുഹൂർത്തമാണ്. ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ RRR സിനിമയിലെ ഈ ഗാന പശ്ചാത്തലം വന്ന സമയത്ത് തന്നെ എല്ലാ ജനങ്ങളും ഒരുപോലെ ഏറ്റെടുത്ത ഒരു ഗാനരംഗമാണത്. ആ ഒരു ഗാനം തന്നെയാണ് ആ സിനിമയ്ക്ക് ഇത്രയും അംഗീകാരം കിട്ടാനുള്ള ഒരു അടിസ്ഥാനം എന്നും കൂടി പറയാൻ സാധിക്കും. ഫിജി, മറ്റൊന്ന്, ഇത് എലിഫന്റ് വിസ്പേഴ്സ് ആണ്. 2 ആനകളും ഒരു ആദിവാസി കുടുംബവും തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്നു. ഈ ഒരു ഡോക്യുമെന്ററിയെ കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത് ഹരിത? എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രഘു എന്ന ആനക്കുട്ടിയുടെ വളർത്തുന്ന ഒരു ബൊമ്മന്റെ ഒരു കഥയാണ്. അത് ഒരു ആദിവാസി ദമ്പതികൾ ഒരു ആനക്കുട്ടിയെ വളർത്തിയെടുക്കുന്നു. അവനുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു ആനക്കുട്ടി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു കഥാപശ്ചാത്തലം പറയുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. ഒരു തമിഴ്നാട്ടിലെ ഇത് ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അവർ ഒരു ആനയുടെ ഒരു സ്നേഹവും അവരുടെ കൂടെയുള്ള ജീവിത പശ്ചാത്തലവുമാണ് ഈ ഡോക്യുമെന്ററിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. തികച്ചും ജനഹൃദയത്തോട് അടുക്കുന്ന രീതിയിലുള്ള ഒരു ആവിഷ്കാരം, മികച്ച ആവിഷ്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റും ദ എലിഫന്റ് വേഴ്സ് എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. മികച്ച നേട്ടം, മികച്ച സംവിധാനം, മികച്ച നടൻ, നടി, സഹനടൻ, എഡിറ്റിംഗ്, തിരക്കഥ എന്നീ വിഭാഗങ്ങളിലും പുരസ്കാരം നേടിയിരുന്നു. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ് മികച്ച ചിത്രം. 11 വിഭാഗങ്ങളിൽ ഈ ഒരു ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. എന്താണ് ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുക? മികച്ച ചിത്രം ആയി തിരഞ്ഞെടുക്കപ്പെട്ട എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ഡാനിയൽ ക്യാനിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. സിനിമ ഓസ്കാർ പട്ടികയിൽ 11 നോമിനേഷനുകളാണ് ഈ ഒരു സിനിമ എത്തിച്ചേർന്നിരുന്നത്. അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരു 11ൽ 10 നോമിനേഷനുകൾ, 10 അവാർഡുകൾ ഈ സിനിമ നേടിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം മികച്ച ചിത്രമായിക്കോട്ടെ, സംവിധായകൻ, യഥാർത്ഥ തിരക്കഥ, പ്രധാന നടി, സഹനടൻ, എഡിറ്റിംഗ്, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, എല്ലാ അവാർഡുകളും ഒരുപോലെ നേടാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു സയൻസ് ഫിക്ഷൻ മൂവി എന്ന രീതിയിൽ നമുക്ക് അവലംബിക്കാൻ സാധിക്കും. സയൻസ് ഫിക്ഷനും കോമഡിയും ത്രില്ലിങ്ങും എല്ലാം ഒരുപോലെ ചേർന്നിട്ടുള്ളൊരു സിനിമയാണ് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമ. ഒരു കൊറിയൻ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഒരു സിനിമ, ഒരു സ്ത്രീയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആ സ്ത്രീയുടെ ജീവിതം മാത്രമാണ് അതിൽ കൂടുതലായിട്ടും എടുത്തു കാണിക്കുന്നത്. ആ ഒരു തീം കാണുന്നവർക്ക് വളരെ ആസ്വാദകവും, അതിൻ്റെ ഒരു മേക്കിംഗ് രീതി ആയിക്കോട്ടെ, ക്യാമറ വർക്കും എല്ലാം ജനങ്ങൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ തരുന്ന, കൂടുതൽ കാണാനുള്ള ഒരു ത്രില്ലിംഗ് അതായത് കാണുന്തോറും ആൾക്കാർക്ക് കൂടുതൽ ആകാംക്ഷ തരുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിൽ കൂടുതലും എടുത്തു കാണിക്കുന്നത്. അതേസമയം ഈ ഒരു സിനിമ കൊറിയൻ പശ്ചാത്തലത്തിൽ ആ ഒരു സ്ത്രീയുടെ ജീവിത കഥ, ഒരു സാധാരണക്കാരിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു ആൾക്കാർക്ക് കൂടുതൽ ത്രില്ലിംഗ് തരുന്ന രീതിയിലുള്ള, ആകാംക്ഷ തരുന്ന രീതിയിലുള്ള ഒരു സിനിമാ പശ്ചാത്തലമാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അതിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ച മിഷേൽ യു, അവരെക്കുറിച്ച് പറയുകയാണെങ്കിലും അവരും ഓസ്കാർ വേദിയിൽ വളരെ അഭിമാനപൂർവ്വം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. എന്നാൽ
ആ ഒരു സിനിമ എവറിത്തിങ് എവരിവെയർ എന്ന ഓൾ എനിക്ക് തോന്നുന്നു ഓസ്കാർ പുരസ്കാര പട്ടികയിൽ ഇത്രയും നോമിനേഷനുകൾ ഒരുമിച്ച് നേടിയ അല്ലെങ്കിൽ മികച്ച അവാർഡുകൾ ഇത്രയും പുരസ്കാരങ്ങൾ ഒരേപോലെ നേടാൻ സാധിച്ച ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രയും നോമിനേഷനുകളിൽ ഉൾപ്പെടുകയും ഇത്രയും അവാർഡുകൾ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത മറ്റൊരു സിനിമ ഇതുവരെ ഓസ്കാർ പട്ടികയിൽ ഉണ്ടായിട്ടില്ല എന്നും എനിക്ക് തോന്നുന്നു. ഹരിത, ഇപ്പോൾ 14 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു അഭിമാന പുരസ്കാരം ഓസ്കാർ പുരസ്കാരത്തിലേക്ക് എത്തുന്നത്. നേരത്തെ എ ആർ റഹ്മാനും റസൂൽ പൂക്കുട്ടിയും ഒക്കെ പുരസ്കാരം നേടിയിരുന്നു. ഇപ്പോൾ ഈ ഇത്രയും വർഷത്തിന് ശേഷം പുരസ്കാരം നേടുമ്പോൾ അത് വലിയൊരു അംഗീകാരമായി നമുക്ക് കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പുരസ്കാരത്തെ അല്ലെങ്കിൽ നേരത്തെയുള്ള ഇന്ത്യൻ സംഗീതത്തെ ഒക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുക? തീർച്ചയായും ഫിജി, ഇതുവരെയുള്ള 14 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ഒരു ഗാനത്തിനുള്ള പുരസ്കാരം വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ റസൂൽ പൂക്കുട്ടി, എ ആർ റഹ്മാൻ പോലുള്ള ആൾക്കാർക്കാണ് അവാർഡ് ലഭിച്ചിരുന്നത്. അതും ഗാന പശ്ചാത്തലത്തിലാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമ കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള അവതരണങ്ങളിലേക്കും ലോകോത്തര സിനിമാ പട്ടികയിൽ ഇന്ത്യൻ ചിത്രത്തിനും ഇന്ത്യൻ ഗാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് തുടർന്നു വരുന്നുണ്ട്. ഇനിയും വരും വർഷങ്ങളിലും ഇത്തരം കൂടുതൽ അംഗീകാരങ്ങൾ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യൻ സിനിമാ മേഖലയിൽ കൂടുതൽ പ്രചോദനം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ മികച്ച അവതരണങ്ങൾക്കുള്ള ഒരു വേദിയാകാൻ ഇന്ത്യൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു മികച്ച ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും ഈ ഒരു ഗാന പശ്ചാത്തലത്തിൽ തന്നെ ഗാനം ഒരുക്കിയിരിക്കുന്ന രീതിയായാലും അതിന്റെ അവതരണമായാലും അതിന്റെ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലെല്ലാം മികച്ചു നിന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുരസ്കാരം നാട്ടു സ്വന്തമാക്കിയത്.